ശതാബ്ദി സമ്മാനമായി ഈ റിസോഴ്സ് സെന്ററിന് ഇവിടെ ഔപചാരികമായ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അഭിമന്യ അർമാത്തി മൂലക്കാട്ട് പിതാവ് ആശീർവദിച്ചുകൊണ്ട് പ്രിയങ്കരനായ KM മാണി സാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ച സമരിറ്റൻ റിസോഴ്സ് സെന്ററിലെ വിവിധങ്ങളായ പദ്ധതികൾ ബഹുമാനായ മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. സമരിറ്റൻ റിസോഴ്സ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് കടുത്തുരുത്തി പാലാ മണ്ഡലങ്ങളുടെ സംഗമ സ്ഥലത്താണ്. ചെറുപ്പുങ്കൽ ഇവിടെ ഈ പ്രദേശങ്ങളുടെ എല്ലാം ഒരു മുഖ്യ കേന്ദ്രമായി നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. ദൈവാനുഗ്രഹപൂർണമായ ഒരു പ്രദേശം എന്ന നിലയിൽ ഇവിടെ പുണ്യമിശിഹായുടെ അനുഗ്രഹമുള്ള ചെറുപ്പുങ്കലിലെ ആശ്രീവ ദേവാലയം, അതുപോലെ തന്നെ കല്ലൂർപ്പള്ളിയും, അത് രണ്ടിനും മധ്യത്തിലായി ഇപ്പോൾ ഈ സമരിറ്റൻ റിസോഴ്സ് സെന്റർ വരികയായി. ഏറ്റവും അനുഗ്രഹീതമായ ഈ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ സാഹചര്യമുണ്ടാക്കിയ അഭിമന്യ മുത്തോലച്ചനോട് നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കുമുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതിന് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അച്ഛന് എല്ലാ ദൈവാനുഗ്രഹവും ഇനിയും ഉണ്ടാകട്ടെ. ഒത്തിരി കാര്യങ്ങൾ ജനനന്മയ്ക്ക് വേണ്ടി ഇനിയും ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനോടൊപ്പം ഈ പ്രവർത്തനങ്ങൾ ഇവിടെ യാഥാർത്ഥ്യമാക്കുവാൻ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട മൈക്കിൾ വെട്ടിക്കാട് അച്ഛനും ഇതുപോലെ തന്നെ മുത്തോലച്ചൻ ഷിക്കാഗോയിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നത് പോലെ വെട്ടിക്കാട്ട് അച്ഛൻ ചൈതന്യയിലും കോട്ടയത്തുമായി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയാണ്. രണ്ട് ലോകാതിർത്തികളെ ബന്ധിപ്പിച്ചുകൊണ്ട് കോട്ടയം അതിരൂപതയുടെ വലിയ സാക്ഷ്യമായി ഇവർ രണ്ടുപേരും നടത്തുന്ന മഹത്തരമായ പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം മുഖ്യ വിജയം എന്നൊരു സംശയമില്ല. പ്രിയപ്പെട്ട വെട്ടിക്കാട്ടച്ഛൻ എത്ര നയപരമായി എത്ര ഭംഗിയായിട്ടുമാണ് ഇക്കാര്യങ്ങളെല്ലാം നേതൃത്വം നൽകി വരുന്നത് എന്ന് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ അഭിമന്യ മൂലക്കാട്ട് പിതാവ് ഇതിന് ചുക്കാൻ പിടിക്കുകയാണ്. അതിരൂപതയുടെ ശതാബ്ദി സമ്മാനം എന്ന നിലയിൽ ജനങ്ങൾക്ക് ഈ വലിയ സംരംഭം സമർപ്പിക്കുമ്പോൾ ഭാവിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ സെന്ററുകളിലൊന്നായി, റിസോഴ്സ് സെന്ററുകളിലൊന്നായി ഇത് വളർന്നിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്ര വലിയ സാധ്യതകളുള്ള, അത്ര വലിയ ജീവകാരുണ്യപരമായ, അത്ര വലിയ മനുഷ്യബന്ധമുള്ള, അത്ര ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് ഇപ്പോൾ തന്നെ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ തുടങ്ങുന്ന 4 പദ്ധതികളും തീർച്ചയായും സമൂഹം ഏറ്റവും വിലപ്പെട്ടതായി കാണുന്ന വലിയ കാര്യങ്ങളാണ്. അത് നല്ല നിലയിൽ വിപുലീകരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. 2 നില എന്ന നിലയിൽ ലക്ഷ്യമിട്ടത് അഭിമന്യ മൂലക്കാട്ട് പിതാവ് 3 നിലയാകട്ടെ എന്ന് ആഗ്രഹിച്ചപ്പോൾ ആ നിലയിലേക്ക് മാറി. ഇനിയും നല്ല നിലയിൽ ഇത് വളർന്നു വരട്ടെ എന്നാണ് ആശംസിക്കുന്നത്. ഒരു കാര്യത്തിൽ ഇവിടെ വലിയ ദൈവാനുഗ്രഹമുണ്ട് എന്നതിൽ ഒരു സംശയമില്ല. നോക്കി നിൽക്കുന്ന അതുപോലെ നേരത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ശിലാസ്ഥാപനത്തിൽ ഞങ്ങളൊക്കെ പങ്കെടുത്തതാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ഒരു വർഷത്തിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയായി വെഞ്ചരിപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. ദൈവത്തിന് നന്ദി പറയാൻ നാം കടപ്പെട്ടവരാണ്. അത്ര വേഗത്തിൽ ഈ കാര്യങ്ങൾ ഇവിടെ മുന്നോട്ട് പോയി എന്നുള്ളത് അഭിമാനകരമാണ്. ഈ പ്രവർത്തനങ്ങൾ ഇനിയും വിപുലീകരിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാനും ചുരുക്കുകയാണ്. കോട്ടയം ജില്ലാ പോലീസ് മേധാവി ശ്രീ രാജഗോപാൽ അയ്യപ്പനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, ആദരണീയനായ മുൻമന്ത്രിയും MLA-യുമായ ശ്രീ മോൻസ് ജോസഫ് സാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സ്നേഹിതരെ, ഈ പരിപാവനമായ ഒരു ചടങ്ങിൽ ഒരു വലിയ പങ്കാളിത്തം വഹിക്കുവാനായിട്ട് എന്നെ ക്ഷണിക്കുകയും എനിക്ക് അവസരം നൽകുകയും ചെയ്ത ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് അച്ഛൻ, സർവ്വാദരണീയനായ അഭിമന്യനായ പിതാവിനും മറ്റെല്ലാവർക്കും ആദ്യമായി ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. അച്ഛൻ മറ്റൊരു ചടങ്ങിലും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അച്ഛൻ്റെ അനർഘ അവാധോരണിയെപ്പറ്റി ആദരണീയനായ റവന്യൂ മിനിസ്റ്റർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് അരമണിക്കൂറെങ്കിലും ഒരാഴ്ചയിൽ ഒരിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അനുവാദം ചോദിച്ചിരിക്കുകയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് വില്യം ബെറ്റ്സ്വർത്തിന്റെ poetry is the spontaneous overflow of
തടസ്സം കൂടെ. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, അടുത്ത് എന്താണ് പറയാൻ പോകുന്നത്, ഇതെവിടെ കൊണ്ട് മുട്ടിക്കും. ഒരു പ്രശ്നവുമില്ല, വളരെ സുന്ദരമായിട്ട്, വളരെ ഇങ്ങനെ ഒഴുക്കോടുകൂടി എത്ര പറഞ്ഞാലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് യാതൊരു ദൗർലഭ്യവും ഇല്ലാതെ അങ്ങനെ പറഞ്ഞു പോകുന്ന അനുഗ്രഹീതനായ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമാശ പറയുന്ന കാര്യമായിട്ട് പറയാം. ബിക്കോസ് ഞാൻ അനുവാദം ചോദിച്ചു, ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ വലിയ ജോലി തിരക്കുള്ളൊരു സ്ഥലമാണ് ഞാനിപ്പോഴും കോട്ടയം, എങ്കിലും എനിക്ക് പഠിക്കണമെന്നുണ്ട്. ഇതുപോലെ വളരെ സംയോജ്യരായ വലിയൊരു സദസ്സിന്റെ മുമ്പിലൊക്കെ പോലീസ് ഉദ്യോഗസ്ഥനായ എനിക്ക് വലിയ പ്രാസംഗിക ശേഷിയും വൈഭവമൊന്നുമില്ല. പ്രത്യേകിച്ച് മോൻസ് ജോസഫ് സാറൊക്കെ എപ്പോഴും പ്രസംഗിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒന്ന് ഈ യൂണിഫോമൊക്കെ ഇട്ടിട്ട് വളരെ ശുഷ്കമായ വാക്കുകൾ പറയുമ്പോൾ നിങ്ങളതിനെ പറ്റി വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊരു ഒരു 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 ജാള്യത എനിക്കുണ്ട്. എങ്കിലും തീർച്ചയായിട്ടും ഞാൻ മൈക്കിൾ അച്ഛൻ്റെ വിദ്യാർത്ഥിയാകാൻ പോവുകയാണ്. പിന്നെ ഈ ഒരു ചടങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നത്, കഴിഞ്ഞ ഒരു ചടങ്ങിൽ ചൈതന്യയുടെ ഒരു ചടങ്ങിൽ ഞാൻ പോയിരുന്നു. അവിടെ എനിക്ക് ഫീൽ ചെയ്തത് ഒരു അമേരിക്കൻ ലിറ്ററേറിയനുണ്ട് എമേഴ്സൺ, അദ്ദേഹത്തിൻ്റെ ഒരു ലൈൻ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ട്രൂത്തിനെ പറ്റിയാണ്, ട്രൂത്ത്, സത്യം. ഇത് ഞാൻ മനസ്സിലാക്കാനിടയായത് ജസ്റ്റിസ് അന്ന ചാണ്ടി എന്ന് പറഞ്ഞ നമ്മുടെ വളരെ പ്രശസ്തയായ ആദ്യത്തെ കേരള ഹൈക്കോടതി വനിതാ ജഡ്ജി, മാഡത്തിൻ്റെ ഒരു ജഡ്ജ്മെന്റ് മാഡം ക്ലോസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: സത്യത്തെപ്പറ്റി കണ്ടെത്തുവാനായിട്ടുള്ള നടത്തുന്ന ഒരു പരതം ഇങ്ങനെ പരുതി നടക്കുകയാണ്. സത്യം എവിടെയാണ് എന്ന് കണ്ടെത്താനായിട്ട് ജഡ്ജി വിഷമിക്കുകയാണ്. ഞാൻ എസ്കിമോകൾ ഇങ്ങനെ സ്കേറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന തെന്നിപ്പോകുന്ന വഴുതി പോകുന്ന സ്നേക്ക് ബൂത്ത് ആൻഡ് ഇൻവിസിബിൾ, അദൃശ്യമായിട്ട് ഉള്ള വേപ്പറസ്, വാതക രൂപത്തിലുള്ള ആൻഡ് എലൂസീവ്, വഴുതി പോകുന്ന തെന്നിപ്പോകുന്ന കമ്മോഡിറ്റി, ഇത്ര ഒരു സാധനമാണ്. വെളിച്ചത്തെ നമുക്ക് കൈകൊണ്ട് എത്രമാത്രം പിടിക്കുവാൻ അസാധ്യമാകുന്നു, അത്തരത്തിലുള്ള എന്നാൽ ശരിക്കും സാന്നിധ്യമുള്ള ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു വസ്തുതയാണ്, ഒരു കമ്മോഡിറ്റിയാണ് ട്രൂത്ത് എന്ന് പറഞ്ഞ പോലെ. അച്ഛൻ എന്നോട് ചോദിക്കുകയുണ്ടായി, സാർ ഇവിടെ ചടങ്ങിൽ എന്തെങ്കിലും അപാകതകൾ വല്ലതും ഉണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കണേ അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടണമേ എന്ന് നീക്കളിച്ച് നിങ്ങളോട് പറയാം. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ആക്ച്വലി ട്രൂത്ത് പോലെ. ട്രൂത്ത് എന്ന് വെച്ചാൽ സത്യം, ദൈവം, ദൈവത്തിന്റെ ഒരു പ്രസൻസ്, പരിശുദ്ധി, ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഈ ചടങ്ങിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർണ്ണിക്കാൻ അവർണ്ണനീയമാണ്, അവാച്യമാണ്. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കുവാനോ വിവക്ഷിക്കുവാനോ പറ്റുന്ന ഒരു കാര്യമല്ല. ഐ ഫീൽ ദി പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് പ്യൂരിറ്റി ആൻഡ് ഹോളിനെസ് എവരിവെയർ ഇൻ ദിസ് വേൾഡ്, ബിക്കോസ് അത്ര വലിയ ശ്രേഷ്ഠമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിനെല്ലാം കാരണമായിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് അഭിമന്യനായ തിരുമേനിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് എല്ലാമാണ്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർത്ത് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുകയാണ്. അക്ബർ ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞ മുഗൾ രാജവംശത്തിലെ വളരെ പ്രശസ്തനും പ്രഗത്ഭനുമായ ചക്രവർത്തിയെ പറ്റി നാം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഹിസ്റ്റോറിയൻ പറഞ്ഞത് ഹിസ് ലോഫ്ലി എയിംസ്, ഹിസ് അൺഅഫക്റ്റഡ് piety and his strict integrity have won for him the love and veneration of his countrymen. His lofty aims, വളരെ ദീർഘ വീക്ഷണത്തോടുകൂടിയുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഹിസ് അൺഅഫക്റ്റഡ് piety, എത്രയും ഒന്നാലും അചഞ്ചലിതമായ piety, ഭക്തി, ആൻഡ് ഹിസ് സ്ട്രിക്റ്റ് ഇന്റഗ്രിറ്റി, വളരെ കർക്കശമായ സത്യസന്ധത, ലക്ഷ്യബോധം. These are the three factors which have won for the love and veneration of his countrymen. ഇവിടെ ഞാൻ വിശ്വസിക്കുന്നു പിതാവിൻ്റെ അതുല്യമായ ലീഡർഷിപ്പ്, കാഴ്ചപ്പാട്, അചഞ്ചലമായ ഭക്തി, അതെല്ലാം തന്നെയാണ് ഈ സംരംഭങ്ങളുടെ വിജയം എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ എളിയ വാക്കുകളിലൂടെ ഞാൻ എല്ലാ ഭാഗങ്ങളും ഈ സംരംഭത്തിന് നേർന്നുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ പണവും സമയവും കഴിവും എല്ലാം സമൂഹത്തിന് വേണ്ടി മാതൃകയാക്കിയതിൽ അഭിമാനിക്കുന്ന ബഹുമാനപ്പെട്ട മുത്തോലച്ചന്റെ ഫാമിലി മെമ്പേഴ്സിനുള്ള ഉപഹാരം നൽകുന്നതിനായി കോട്ടയം ജില്ലാ പോലീസ് മേധാവി ശ്രീ സി
രാജഗോപാൽ IPS അവരെ ക്ഷണിക്കുന്നു. ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സമാരിറ്റൻ സെന്ററിന്റെ ഡിസൈനിങ് വർക്കുകൾ വളരെ മനോഹരമായി പൂർത്തിയാക്കിയ ഫിലിപ്പ് മാത്യു അസോസിയേറ്റ്സിന്റെ വ്യക്തി മിസ്റ്റർ മാത്യു ഫിലിപ്പിനെ ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. സമാരിറ്റൻ സെന്ററിന്റെ കൺസ്ട്രക്ഷൻസ് വർക്കുകൾ ഭംഗിയായി പൂർത്തിയാക്കിയ NJ തോമസ് ആൻഡ് കമ്പനിയിലെ ശ്രീ സിബി തോമസിനുള്ള ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി മിസ്റ്റർ സിബി തോമസിനെ ക്ഷണിക്കുന്നു. ചിക്കാഗോയിൽ അഗാപ്പെ മൂവ്മെന്റ് വഴി സാമൂഹ്യ പ്രവർത്തനത്തിന് മാതൃകയാകുന്ന ശ്രീമതി വത്സ സണ്ണി തെക്കേപ്പറമ്പിൽ അവരുടെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ഉപഹാര സമർപ്പണം നിർവഹിച്ച കോട്ടയം ജില്ലാ പോലീസ് മേധാവി ശ്രീ C. രാജഗോപാൽ IPS അവർക്ക് നന്ദി. ആശംസാ പ്രസംഗത്തിനായി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബോബി കിക്കോൽ അവരെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കോട്ടയം അതിരൂപത മാത്യു മുരുകാട്ടിരുമേനി, ഏറ്റവും ബഹുമാനായ മോൻസ് ജോസഫ് MLA, കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീ രാജഗോപാൽ സാറെ, അനുഗ്രഹപ്രദമായ നമ്മുടെ നാട്ടിലെ ചെറുപ്പങ്ങൾ മേഖലയെ സംബന്ധിച്ചോളം കിടമ്പൂർ പഞ്ചായത്തെ സംബന്ധിച്ചോളം ഇന്ന് വളരെ ധന്യമായ ഒരു ദിവസമാണിന്ന്. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി അതിൻ്റെ വിവിധ മേഖലകളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന അവസരത്തിൽ കോട്ടയത്ത് തള്ളകത്തുള്ള ചൈതന്യ സെന്റർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതോടൊപ്പം ഇന്ന് ചാപ്പങ്ങ മേഖലയിൽ അതിൻ്റെ ഒരു റിസോഴ്സ് സെന്ററായിട്ട് സംരക്ഷൺ റിസോഴ്സ് സെന്റർ ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുക. നമുക്കറിയാം, ഇന്ന് ഇവിടെ പ്രസംഗിച്ച എല്ലാവരുടെയും വാക്കുകൾ നമുക്കറിയാം. നല്ല സമരക്കാരന്റെ ആ ഒരു രൂപത്തിൽ നമുക്കായി അവതരിച്ച ഏറ്റവും ബഹുമാനായ മുത്തോലത്തച്ഛന്റെ ആ ഒരു നല്ല മാതൃകയ്ക്ക് നന്ദി പറയാനായിട്ട് എത്ര താഴെത്തട്ട് സമൂഹത്തിൽ താഴെത്തട്ട് നിൽക്കുന്ന ജനങ്ങൾക്ക് നൽകുവാനുള്ള സന്ദേശമായി സമ്മാനമായി നമ്മൾ ഇതിനെ സ്വീകരിക്കുക. അതോടൊപ്പം ബഹുമാനപ്പെട്ട പിതാവ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ അതോടൊപ്പം നമ്മുടെ കാഴ്ചപ്പാടും അതോടൊപ്പം ആയിക്കൊണ്ട് ഇന്ന് ഇവിടെ തലയുയർത്തി നിൽക്കുന്ന ഈ സെന്റർ നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ, പ്രവർത്തനവുമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും ബഹുമാനായ മുൻഘട്ടത്തിന് വേണ്ടിക്കും ചാർപ്പകൽ മേഖലയ്ക്കും കിടങ്ങൂർ മേഖലയ്ക്കുമുള്ള ചാർപ്പകൽ അതുപോലെ തന്നെ കിടങ്ങൂർ പഞ്ചായത്തിലുള്ള എല്ലാ നല്ല ആൾക്കാരുടെയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛ, മൈക്കിളച്ഛ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കാവലിച്ച, ബഹുമാനപ്പെട്ട വൈദിക സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ രാവിലെ പള്ളിയിൽ ഞങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞിരുന്നു. സ്ഥലത്തെ വികാരിച്ചിട്ടാണ് ഗ്രാമവികസന സമിതിയുടെ പ്രസിഡന്റ്. അപ്പം സ്ഥലത്തെ ഇടവക ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇടവക ജനങ്ങളെല്ലാവരും വളരെ സന്തോഷം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇടവകയിലെ ഒരു അംഗം മുത്തോലത്തച്ഛൻ ഇത്ര അഭിമാനകരമായ അതിരൂപതയിലെ എണ്ണപ്പെടുന്ന ഒരു ചരിത്രത്തിൽ എന്ന് ഓർക്കുന്ന ഒരു സംഭവം ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ അതിയായി അഭിമാനിക്കുകയും അച്ഛന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അറിയിക്കുകയും ഇതിൻ്റെ വിജയത്തിന് എല്ലാ ആശംസകളും നൽകി
സമൂഹത്തിൻ്റെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ പ്രിയങ്കരനായി ഗോപിയച്ചൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ നന്ദി പറയുന്നതിനായി ചൈതന്യയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിനു കാവിലിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനും കോട്ടയം അതിരൂപതയിലെ പ്രാബല്യമായ പിതാവേ, ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ഇബ്രാഹിം അബ്ദുൽഖ, ബോബി അച്ഛൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബോബി, ബഹുമാനപ്പെട്ട ശ്രീ ജേക്കബ്, സ്നേഹം നിറഞ്ഞ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, അതിരൂപത അതിൻ്റെ ശതാബ്ദിയുടെ സമാപനത്തിൻ്റെ അടുത്ത ഒരുക്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതിന് തെളിവാണ് ഇന്ന് ഈ മനോഹരമായ ഈ മീറ്റിംഗ് നമുക്കായിട്ട് ഈ സമരത്തിൽ റിസോഴ്സ് സെന്റർ എന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്, കാരണം എല്ലാവരും പോകാനായിട്ട് തിരക്കണം. ഇന്ന് ഈ സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിച്ചത് കോട്ടയം അതിരൂപതയിലെ മെത്രാപ്പോലീത്ത അഭിനയ മാറ്റിമൂലക്കാട് പിതാവാണ്. സ്വയം സ്നേഹത്തിൽ നിന്ന് സഹോദര സ്നേഹത്തിലേക്ക് വളരുവാനായിട്ട് അഭിനന്ദ പിതാവ് തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നമ്മോട് ആഹ്വാനം ചെയ്തു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് നല്ല മാർഗനിർദ്ദേശം നൽകുന്ന കോട്ടയം അതിരൂപതയിലെ മെത്രാപ്പോലീത്ത പിന്നെ മാറ്റിമൂലക്കാട് പിതാവിന് ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിൽ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എം മാണി സാറാണ്. മാണി സാർ നന്ദി പറഞ്ഞു എങ്കിൽ പോലും ഈ യോഗത്തിൻ്റെ ഔപചാരികയുടെ പേരിൽ ഇവിടെ കടന്നു വരികയും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത അഭിനയ മാണി സാറിനെ ഞാൻ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. സമരറ്റൻ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി, ഉദ്ഘാടനം നിർവഹിച്ച ചിക്കാഗോ രൂപതയുടെ മെത്രാൻ ബഹുമാനം അഭിമന്യ ജേക്കബ് അങ്ങാടിത്തെ പിതാവ് ഇതിന്റെ തറക്കല്ലിടുന്ന സമയത്തും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു, തറക്കല്ലിടുവാനായിട്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് ഈ സമ്മേളനത്തിൽ, ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം കടന്നു വന്ന് നമ്മൾക്ക് വേണ്ട ആശംസകൾ അർപ്പിക്കുകയും അഗാപ്പെ മദ്യമുക്ത പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. അഭിനന്ദ ജേക്കബ് അങ്ങാടിത്തെ പിതാവിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ജോർജ് പള്ളിപ്പറമ്പ് പിതാവിനും ജോസഫ് പണ്ടാരശ്ശേരി പിതാവിനും ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിലുള്ള നന്ദിയുടെ നറുമതികൾ ആശംസകൾ അർപ്പിച്ച കോട്ടയം ജില്ലയുടെ ജനനായകൻ ശ്രീ ജോസ് കെ മാണി, അതുപോലെ കടുത്തുരുത്തിയുടെ MLA ശ്രീ മോൺസി ജോസഫ്, കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ബോബി കിക്കോലി, അതുപോലെ നമ്മുടെ ഗ്രാമവികസന സമിതി പ്രസിഡന്റും ഇവിടുത്തെ ഇടവക വികാരിയുമായ ബഹുമാനപ്പെട്ട ബോബി മണലേലച്ചൻ, ഇവർക്കെല്ലാം ഒറ്റ വാക്കിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ഏബ്രഹാം മുത്തോലത്തച്ഛനാണ് എന്നതിന് യാതൊരു സംശയമില്ല. മറ്റാരും ചെയ്യാത്ത കാര്യങ്ങളാണ് ഏബ്രഹാം മുത്തോലത്തച്ഛനും അതുപോലെ ജേക്കബ് മുത്തോലത്തച്ഛനും കുടുംബാംഗങ്ങളും കോട്ടയം അതിരൂപതയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുക. മോൺസിഞ്ഞോർ ഇബ്രാഹാം മുത്തോലത്തച്ഛനും അതുപോലെ അദ്ദേഹത്തിന്റെ സഹോദരൻ ജേക്കബ് മുത്തോലത്തിനും കുടുംബാംഗങ്ങൾക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ എല്ലാവരുടെ പേരിൽ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പേരിൽ ഇവിടെ മൈക്കിൾ വെട്ടിക്കാട്ടച്ഛനാണ്. അച്ഛൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുക. ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്ന ബഹുമാനപ്പെട്ട മൈക്കിൾ വെട്ടിക്കാട്ടച്ഛനും ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരുള്ള നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഒത്തിരി പേര് നന്ദി അർഹിക്കുന്നവരുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രതീക്ഷ രാപകലില്ലാതെ അധ്വാനിച്ച ഇതിൻ്റെ കോൺട്രാക്ടർ ശ്രീ NJ തോമസ് CB പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയുകയാണ്. പലരും സംശയിച്ചു ഇതിൻ്റെ ഉദ്ഘാടനം 21-ാം തീയതി എങ്ങനെ നടക്കുമെന്ന്. സിബിച്ചൻ പറഞ്ഞു നമുക്ക് അച്ഛാ എങ്ങനെയും നടത്തിയിട്ട് ബാക്കി കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ദാർഢ്യമാണ് ഈ സമരറ്റൻ സെന്റർ ഇന്ന് ഈ നിലയിൽ എത്തുവാനായിട്ട് ഇടയായത്. ശ്രീ NJ തോമസിലെ CB നെടുഞ്ചെറിയെ ഇവിടെ കൂടി ഇന്ന് എല്ലാവരുടെയും പേരുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ആർക്കിടെക്ട് ദീപു ഫിലിപ്പ് മാത്യു ആൻഡ് അസോസിയേറ്റ് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തു. അതുപോലെ ഇവിടെ വർക്കിന് സഹായിച്ച സൂപ്പർവൈസേഴ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ വർക്ക് നടത്തിയ ബിജു ഉണ്ട്. അതുപോലെ ഒത്തിരി ആളുകൾ രാപകലില്ല അധ്വാനിച്ചു. അവരുടെ എല്ലാ അധ്വാനത്തിന് ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു.
ആളുകൾ, ആനിമേറ്റേഴ്സ്, അതുപോലെ കേസിന്റെ പ്രവർത്തകരൊക്കെ ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിക്കുകയായിരുന്നു. ഇവിടെയുള്ള എല്ലാവർക്കും ഭക്ഷണം നൽകുവാനായിട്ട് കപ്പയിറച്ചി, നാടൻ കപ്പയിറച്ചിയൊക്കെ നൽകുവാനായിട്ട് അവരുടെ അധ്വാനത്തെയും ഇവിടെ വിലമതിക്കുന്നു. അതുപോലെ കോർഡിനേറ്റേഴ്സ്, അതുപോലെ സ്റ്റാഫ് അംഗങ്ങൾ, കേസസിന്റെ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ ദിവസം നന്ദിയോടെ ഓർക്കുന്നു. തീർച്ചയായിട്ടും അമേരിക്കയിൽ നിന്ന് ഒത്തിരിയേറെ ആളുകൾ ഈ പരിപാടിക്കായിട്ട് മാത്രം കടന്നു വന്നിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ, അതുപോലെ മറ്റു ആളുകൾ, അതുപോലെ ഈ നാട്ടിലുള്ള ആളുകൾ, ഇടവകക്കാര്, കേസിന്റെ പ്രവർത്തകര്, സംഘത്തിലുള്ള ആളുകൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുള്ള അവരെല്ലാം ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇത് ഒരു തുടക്കമാണ്, അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ കോമായിടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അഗാപ്പെ സെന്ററിനും സമരിറ്റൻ റിസോഴ്സ് സെന്ററും തുടർച്ചയായി ചേർപ്പുകിൽ മറ്റൊരു അപ്രതീക്ഷിത വലിയ സംഭവം ഏതാനും നാളുകൾക്ക് ഉണ്ടാവും. അഭിനേതാവുമായിട്ട് ബന്ധപ്പെട്ടവർ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് പുതിയൊരു വികസന സംസ്കാരത്തിന്റെ തുടക്കം കുറിക്കലാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ ഈ സംസ്കാരത്തിന് തുടക്കം കുറിച്ച അച്ഛന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതെന്താണ് എന്നാണ് നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം അത് തന്നെയാണ്. ഇതേ തുടർന്ന് സമരിറ്റൻ സംഗമം ക്രമീകരിച്ചിട്ടുണ്ട്. സമരിറ്റൻ സംഗമത്തിൽ അതേക്കുറിച്ചുള്ള സൂചന നൽകുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം കപ്പയും ഇറച്ചിയും കഴിക്കുക എന്നുള്ളതാണ്. അത് താഴെ ക്രമീകരിച്ചിട്ടുണ്ട്. അതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ കപ്പയും ഇറച്ചിയും കഴിച്ച് താഴെ ചെന്ന് കഴിച്ചതിന് ശേഷം സമരിറ്റൻ സംഗമത്തിന് ഒരുമിച്ച് കൂടുവാൻ താല്പര്യമുള്ളത് അത് മറ്റൊന്നുമല്ല, സുമനസ്സുകളുടെ സംഗമമാണ്. എന്ന് പറഞ്ഞാൽ അറിവാകാം, മൂല്യങ്ങളാകാം, സമ്പത്താകാം, നമുക്കുള്ള എല്ലാ സാധ്യതകളും പങ്കുവയ്ക്കുവാൻ, സ്വാർത്ഥ താല്പര്യമില്ലാതെ പങ്കുവയ്ക്കുവാനുള്ള താല്പര്യമുള്ളവരുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരെയും താഴെ നിങ്ങൾക്ക് ഭക്ഷണം ക്രമീകരിച്ചുകൊണ്ട് അതിലേക്ക് ക്ഷണിക്കുന്നു. അതേ തുടർന്ന് സമരിറ്റൻ സംഗമത്തിലേക്ക് താല്പര്യമുള്ളവരെല്ലാം മൂലയിലേക്ക് വന്നാൽ ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതാണെന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും സ്നേഹപൂർവ്വം, ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. യുടെ ശതാബ്ദി വർഷത്തിന്റെ സമാപനം എത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ ശതാബ്ദി വർഷ ആരംഭത്തിൽ തറക്കല്ലിടുകയും ഒരു വർഷം കൊണ്ട് പണി പൂർത്തിയാക്കുകയും ചെയ്ത സമരിറ്റൻ റിസോഴ്സ് സെന്ററിന്റെ ഔപചാരികമായിട്ടുള്ള ആശീർവാദവും ഉദ്ഘാടനവുമാണ് ഇപ്പോൾ നടന്നത്. ഇത് നാനാജാതി മതസ്ഥരായ സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ വികസനത്തിന് വേണ്ടി വളരെക്കാലം ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സഹായിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് അഭിവന്യ 4 പിതാക്കന്മാർ, 2 മന്ത്രിമാർ, MLA, MP ഉൾപ്പെടെ ധാരാളം ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ആഗോളതലത്തിലുള്ള എല്ലാ ജ്ഞാനായ സഹോദരങ്ങളും ജ്ഞാനായ വോയിസിലൂടെ ഇതിന് നൽകുന്ന പ്രോത്സാഹനത്തിനും പ്രത്യേകമായ നന്ദി അർപ്പിക്കുന്നു. ക്യാമറ നോക്കണം, പറഞ്ഞോട്ടെ. കോട്ടയം അതിരൂപതയുടെ ശതാബ്ദി വർഷത്തിൽ ശതാബ്ദി സ്മാരകമായി കോട്ടയം അതിരൂപതയ്ക്ക് ബഹുമാനപ്പെട്ട എബ്രാഹാം മുത്തോലത്തച്ഛനും കുടുംബാംഗങ്ങളും സമരിറ്റൻ റിസോഴ്സ് സെന്റർ നിർമ്മിക്കുവാൻ ആവശ്യമായ സ്ഥലം ലഭ്യമാക്കിയതോടൊപ്പം 1 കോടി രൂപ ലഭ്യമാക്കി ഈ സെന്റർ പൂർത്തിയാക്കുവാൻ വഴിയൊരുക്കി എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. കോട്ടയം അതിരൂപത സാമൂഹ്യ പ്രതിബദ്ധതയിൽ എന്നും മുൻപിലായിരുന്നു. കേരളത്തിലെ ഏറ്റവും നല്ല കത്തോലിക്ക സാമൂഹിക സേവന വിഭാഗം എന്ന നിലയിൽ അംഗീകാരം നേടിക്കഴിഞ്ഞ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് ഈ സമരിറ്റൻ റിസോഴ്സ് സെന്റർ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല. ഇവിടെ നടത്തുന്ന വിവിധ പരിശീലനങ്ങൾ, തൊഴിൽ സാധ്യതാ സംരംഭങ്ങൾ, അതോടൊപ്പം ചൈതന്യ കമ്മ്യൂണിറ്റി കോളേജിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിവിധ പരിശീലന കോഴ്സുകൾ, എല്ലാറ്റിനുമുപരിയായി വികലാംഗർക്ക് വേണ്ടിയുള്ള സംസ്ഥാന റിസോഴ്സ് സെന്ററായി ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഈ അവസരത്തിൽ അറിയുകയാണ്. ഇതെല്ലാം സാധ്യമാവുക സുമനസ്സുകളുടെ സമരിറ്റൻ കൂട്ടായ്മയോടുകൂടിയാണ്. ഈ സമരിറ്റൻ കൂട്ടായ്മയ്ക്ക് വഴിയൊരുക്കുന്ന, ഇതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ബഹുമാനപ്പെട്ട എബ്രാഹാം മുത്തോലത്തച്ഛനും കുടുംബാംഗങ്ങൾക്കും ഇത് സമൂഹ മധ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന, സമൂഹത്തിൽ ഒരു വലിയ നിഴലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സാക്ഷ്യമായി വർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ണാടിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന
കനാനായ ഓയിസിനും ഈ അവസരത്തിൽ പ്രത്യേകമായ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. കനാനായ ഓയിസിലൂടെ ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് തുടർന്ന് തങ്ങളുടെ ജീവിതത്തിൽ ഇത് എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്തത് എന്ന ഈശോയുടെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയോടെ വിവിധ കർമ്മ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാൻ ഈ സംരംഭം വഴിയൊരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട എബ്രാഹാം മുത്തോലത്തച്ഛനും കുടുംബാംഗങ്ങൾക്കും ഇതിനുവേണ്ടി സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ ദൈവാനുഗ്രഹവും നന്ദിയും ആശംസകളും നേരുന്നു.